ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ലിഖിത വിജയൻ. പ്രധാന വാർത്തകൾ. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല രോഗബാധ. വ്യാപനം തടയാൻ ജില്ലയിൽ തിരക്കിട്ട ശുചീകരണ പ്രവർത്തനങ്ങൾ. വോട്ടെണ്ണലിനിടെ യന്ത്രത്തകരാർ നേരിട്ട സുൽത്താൻ ബത്തേരി, തിരൂരങ്ങാടി നഗരസഭകളിലെ 2 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. ഇന്ന് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം. ദിനാചരണം ലക്ഷ്യമിടുന്നത് ന്യൂനപക്ഷ അവകാശം ഉറപ്പാക്കലും ബോധവൽക്കരണവും. സംസ്ഥാനത്ത് ഇന്നലെ 4970 പേർക്ക് രോഗമുക്തി. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 7.5 കോടി പിന്നിട്ടു. ISLൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ പോരാട്ടം. വാർത്തകൾ വിശദമായി. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല രോഗബാധ റിപ്പോർട്ട് ചെയ്തു. മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ട 9 പേർക്ക് കൂടി ഷിഗല്ല ബാക്ടീരിയ ബാധ സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 10 ആയി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോഴിക്കോട് പ്രതിനിധി നസീർ ബാബു. കോഴിക്കോട് കോർപ്പറേഷനിലെ മുണ്ടിക്കൽ താഴത്തിനടുത്ത കോട്ടപ്പറമ്പിലാണ് ഷിഗല്ല ബാക്ടീരിയ രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. നേരത്തെ വയറിളക്ക രോഗലക്ഷണങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്ന 11 വയസ്സുകാരൻ മരിക്കുകയും രോഗം ഷിഗല്ലയാണെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് സമാന രോഗലക്ഷണങ്ങളുള്ളവരെ കൂടി പരിശോധനയ്ക്ക് വിധേയരാക്കുകയായിരുന്നു. രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പ്രദേശത്തെ വെള്ളത്തിന്റെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. പ്രദേശത്ത് റിക്കോർഡിനേഷൻ പ്രവർത്തനങ്ങളും നടത്തി. നാളെ മെഡിക്കൽ ക്യാമ്പും ബോധവൽക്കരണ പരിപാടികളും സംഘടിപ്പിക്കുമെന്നും പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിപ്പിക്കുമെന്നും കോർപ്പറേഷൻ ആരോഗ്യവകുപ്പ് അധികൃതർ പറഞ്ഞു. കടകളിലെ ഭക്ഷ്യവസ്തു പരിശോധനയ്ക്ക് വിധേയമാക്കും. വയനാട് സുൽത്താൻ ബത്തേരിയിൽ റീപോളിംഗിൽ 36% പോളിംഗ് രേഖപ്പെടുത്തി. തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സുൽത്താൻ ബത്തേരി നഗരസഭയിലെ 19 തൊടുവെട്ടി ഡിവിഷനിൽ രാവിലെ 7 മുതൽ റീപോളിംഗ് തുടങ്ങിയിരുന്നു. വൈകിട്ട് 6 വരെ റീപോളിംഗ് നടക്കും. വോട്ടിംഗ് യന്ത്രത്തിന് തകരാർ സംഭവിച്ച സാഹചര്യത്തിലാണ് റീപോളിംഗ്. 11 മണിയോടെ 36% പോളിംഗ് രേഖപ്പെടുത്തി. വോട്ടെണ്ണൽ ഇന്ന് രാത്രി 8-ന് നടക്കും. മലപ്പുറം തിരൂരങ്ങാടി നഗരസഭയിലെ 34-ാം വാർഡിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. പോളിംഗ് 60% പിന്നിട്ടു. യന്ത്ര തകരാർ മൂലം വോട്ടെണ്ണൽ തടസ്സപ്പെട്ടതിനെ തുടർന്നാണ് റീപോളിംഗ് നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത്. കിസാൻ കേന്ദ്രം വാർഡിലെ തൃക്കുളം സ്കൂളിലാണ് റീപോളിംഗ്. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് റീപോളിംഗ്. കേരളത്തിലെ മലങ്കര യാക്കോബായ സഭകൾക്കിടയിലെ തർക്കത്തിന് പരിഹാരം കണ്ടെത്താൻ പ്രധാനമന്ത്രി ഇടപെടുമെന്ന് മിസോറാം ഗവർണർ PS ശ്രീധരൻപിള്ള. ഇത് സംബന്ധിച്ച് പ്രധാനമന്ത്രിയുമായി ചർച്ച നടത്തിയതായും അദ്ദേഹം അറിയിച്ചു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി CM രവീന്ദ്രനെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും ചോദ്യം ചെയ്യുന്നു. കൊച്ചിയിലെ ED ഓഫീസിൽ തുടർച്ചയായ 2ാം ദിവസമാണ് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നത്. ഇന്നലത്തെ ചോദ്യം ചെയ്യൽ 13 മണിക്കൂർ നീണ്ടുനിന്നിരുന്നു. ഇന്ന് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം. ഇന്ത്യയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെടുന്ന വ്യക്തികളുടെ അവകാശ സംരക്ഷണത്തിനും ഭരണഘടന അനുശാസിക്കുന്ന സ്വാതന്ത്ര്യം ഉറപ്പാക്കുന്നതിനുമായാണ് 2013 ഡിസംബർ 18 മുതൽ ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം ആചരിച്ചു വരുന്നത്. ഒരു റിപ്പോർട്ട്. ലോകത്തെ തന്നെ വൈവിധ്യങ്ങളുടെ കലവറയാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ മറ്റു പല രാജ്യങ്ങളെയും അപേക്ഷിച്ച് ഭാഷ, മത, ഗോത്ര, സംസ്കാര ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള രാജ്യമാണ് നമ്മുടേത്. ഇത് കണക്കിലെടുത്താണ് ഇവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനും അവകാശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തുന്നതിനുമായി ന്യൂനപക്ഷ അവകാശ ദിനം ആചരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയും ന്യൂനപക്ഷ അവകാശ സംരക്ഷണം ഉറപ്പാക്കണമെന്ന് വിഭാവനം ചെയ്യുന്നത് ഈ ദിനത്തിന്റെ പ്രസക്തി കൂട്ടുന്നു. 1992 ഡിസംബർ 18-ന് ന്യൂനപക്ഷ അവകാശങ്ങളെ മാനിക്കാനും സംരക്ഷിക്കാനും ഐക്യരാഷ്ട്രസഭ ലോകരാഷ്ട്രങ്ങളോട് ആഹ്വാനം ചെയ്തതിന്റെ പശ്ചാത്തലത്തിലാണ് 2013 മുതൽ ഇന്ത്യയിൽ ന്യൂനപക്ഷ അവകാശ ദിനം ആചരിച്ചു വരുന്നത്. ന്യൂനപക്ഷ അവകാശ സംരക്ഷണം മുൻനിർത്തി 2006 ജനുവരി 29-ന് പ്രത്യേക മന്ത്രാലയവും നിലവിൽ വന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. തിരുവനന്തപുരം ചിറയൻകീഴിൽ ഒരു കുടുംബത്തിലെ 4 പേരെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കിഴുവിലം പഞ്ചായത്തിലെ മുടപ്പുരം വട്ടവിളയിലാണ് മാതാപിതാക്കളെയും 2 കുട്ടികളെയും തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. സാമ്പത്തിക ബുദ്ധിമുട്ടാണ് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. KSRTCയുടെ മുഴുവൻ സർവീസുകളും ഇന്നു മുതൽ പുനരാരംഭിക്കുമെന്ന് KSRTC MD ബിജു പ്രഭാകർ അറിയിച്ചു. എന്നാൽ ഫാസ്റ്റ് പാസഞ്ചറുകൾ 2 ജില്ലകളിലും സൂപ്പർ ഫാസ്റ്റുകൾ 4 ജില്ലകൾ വരെയും ഓപ്പറേറ്റ് ചെയ്യുന്ന സമ്പ്രദായം നിലനിർത്തും. ജനുവരിയോടെ സർവീസുകൾ പൂർണ്ണ നിലയിലെത്തിക്കും. SSLC 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകൾ കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് മാർച്ച് 17 മുതൽ 30 വരെ നടത്താൻ തീരുമാനം.
മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമെടുത്തത്. പൊതുപരീക്ഷയുടെ ഭാഗമായുള്ള പ്രാക്ടിക്കൽ പരീക്ഷകളുടെ ക്ലാസുകൾ ജനുവരി 1 മുതൽ ആരംഭിക്കും. എന്നാൽ സ്കൂൾ, ഹയർ സെക്കൻഡറി തലത്തിലെ എല്ലാ ക്ലാസുകളും നിലവിലുള്ളതുപോലെ ഓൺലൈനായി തന്നെ തുടരാനാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075ലും ദിശയുടെ 1056ലും ബന്ധപ്പെടാം. സംസ്ഥാനത്ത് ഇന്നലെ 4969 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 4970 പേർ രോഗമുക്തി നേടി. 27 മരണങ്ങളും ഇന്നലെ സ്ഥിരീകരിച്ചു. 60,851 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 8.17% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. കോവിഡ്-19 മഹാമാരിയെ നിയന്ത്രിച്ച് നിർത്തുന്നതിൽ കേരളം വിജയിച്ചത് ലോകത്തിന് തന്നെ മാതൃകയാണെന്നും ഇത് തുടരണമെന്നും എഴുത്തുകാരി സാറ ജോസഫ് ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. പെരുന്നാളുകളും അതുപോലെ ആഘോഷങ്ങളൊക്കെ വരികയാണ്. ഇലക്ഷന്റെ വലിയ ഒരു തിരക്ക് ഇപ്പൊ കഴിഞ്ഞതേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കുഞ്ഞുങ്ങളെയാണ്. സ്കൂളുകളിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവർ +2 ആയാലും കോളേജ് തലത്തിലുള്ളവരായാലും അവരുടെ ആ ഒരു ചെറുപ്രായത്തിന്റെ ആഘോഷത്തിനിടയിൽ പലപ്പോഴും ഈ പ്രതിരോധ സംവിധാനങ്ങൾ അവര് മറന്നു പോകാനിടയുണ്ട്, അല്ലെങ്കിൽ പാലിക്കാതിരിക്കാനിടയുണ്ട്, അല്ലെങ്കിൽ അവരുടെ ആഹ്ലാദത്തിന്മേൽക്ക് അത് ശ്രദ്ധിക്കാതെ പോകാനിടയുണ്ട്. അധ്യാപകർ പോലും പലപ്പോഴും അങ്ങനെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ശ്രദ്ധ വളരെ കുറവാണ്. ഈ കാര്യത്തിൽ നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. കോവിഡിനെ പരിപൂർണമായും 100% ഇല്ലാതെയാക്കാൻ തക്ക വിധത്തിൽ ജനങ്ങളുടെ സഹകരണമാണ് ഈ സമയത്ത് ഏറ്റവും കൂടുതൽ ആവശ്യം. കോഴിക്കോട് കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രത്തിൽ അന്തേവാസികളും ജീവനക്കാരും ഉൾപ്പെടെ 58 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. 53 അന്തേവാസികൾക്കും 5 ജീവനക്കാർക്കുമാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇവരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 7,52,00,000 കടന്നു. 5,24,00,000 പേർ രോഗമുക്തരായി. 16.5 ലക്ഷത്തിലധികം പേർക്കാണ് ജീവൻ നഷ്ടമായത്. രാജ്യത്തെ കോവിഡ് മുക്തരുടെ എണ്ണം 95 ലക്ഷം പിന്നിട്ടു. രോഗമുക്തി നിരക്ക് 95.40% ഉയർന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 31,087 പേർക്കാണ് രോഗം ഭേദമായത്. 22,889 പേർക്ക് പുതുതായി രോഗം സ്ഥിരീകരിച്ചു. കർഷകരുടെ ഉന്നമനം ലക്ഷ്യമിട്ട് നടപ്പിലാക്കിയ പരിഷ്കാരങ്ങൾ കാർഷിക മേഖലയിലെ പുതിയ അധ്യായത്തിന് തുടക്കമിടുമെന്നും ഈ നിയമങ്ങൾ കർഷകരെ ശാക്തീകരിക്കുന്നതിനോടൊപ്പം കൂടുതൽ സ്വതന്ത്രരാക്കുമെന്നും കേന്ദ്ര കൃഷിമന്ത്രി നരേന്ദ്രസിംഗ് തോമർ. എല്ലാവർക്കുമൊപ്പം എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും വിശ്വാസം എന്നതാണ് ആപ്തവാക്യമെന്നും കർഷകർക്ക് എഴുതിയ കത്തിൽ അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ 6 വർഷമായി വിവേചനമില്ലാതെയാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ടു പോകുന്നത്. നിരവധി കർഷക സംഘടനകൾ പരിഷ്കാരങ്ങളെ സ്വാഗതം ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കർഷക സഹോദരങ്ങളോട് പറയാനുള്ള കാര്യങ്ങളാണ് ശ്രീ തോമർ കത്തിലൂടെ വ്യക്തമാക്കിയതെന്നും എല്ലാ കർഷകരും അത് വായിക്കണമെന്നും പരമാവധി പേരിലേക്ക് എത്തിക്കണമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 118 പോയിന്റ് നഷ്ടത്തോടെ 46,772ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 28 പോയിന്റ് താഴ്ന്ന് 13,712ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. പവന് 320 രൂപ വർദ്ധിച്ച് 37,440 രൂപയും ഗ്രാമിന് 40 രൂപ കൂടി 4,680 രൂപയുമായി. 2 ആഴ്ച കൊണ്ട് പവന്റെ വിലയിൽ 1,520 രൂപ വർധനയുണ്ടായി. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ FCയെ നേരിടും. ഇന്നലത്തെ മത്സരത്തിൽ ബംഗളൂരു FC ഒഡീഷയെ തോൽപ്പിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കോഴിക്കോട് ജില്ലയിൽ ഷിഗല്ല രോഗബാധ. വ്യാപനം തടയാൻ ജില്ലയിൽ തിരക്കിട്ട ശുചീകരണ പ്രവർത്തനങ്ങൾ. വോട്ടെണ്ണലിനിടെ യന്ത്രത്തകരാർ നേരിട്ട സുൽത്താൻ ബത്തേരി, തിരൂരങ്ങാടി നഗരസഭകളിലെ 2 ബൂത്തുകളിൽ റീപോളിംഗ് പുരോഗമിക്കുന്നു. ഇന്ന് ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം. ദിനാചരണം ലക്ഷ്യമിടുന്നത് ന്യൂനപക്ഷ അവകാശം ഉറപ്പാക്കലും ബോധവൽക്കരണവും. സംസ്ഥാനത്ത് ഇന്നലെ 4,970 പേർക്ക് രോഗമുക്തി. ലോകത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 7.5 കോടി പിന്നിട്ടു. ISLൽ ഇന്ന് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadio News തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും
@ARnews_TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.